നമ്മൾ ലെബനീസ് തിയറത്തിലെ പ്രോബ്ലംസാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇഫ് y raised to 1 by m plus y raised to minus 1 by m is equal to 2x, prove that x square minus 1 yn plus 2 plus 2n plus 1 xyn plus 1 plus n square minus m square yn is equal to 0. ഇത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്നത് y raised to 1 by m plus y raised to minus 1 by m equal to 2x ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫോമിലോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം y raised to 1 by m, y raised to minus 1 by m നമുക്ക് 1 by y raised to 1 by m എന്ന് എഴുതാമല്ലോ. y raised to minus 1 by m അല്ലേ, ഈസ് ഈക്വൽ ടു 2x എന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ y raised to 1 by m ഇൻറ്റു y raised to 1 by m എന്ന് പറയും y raised to 2 by m പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2x y raised to 1 by m എന്ന് വരും. സോ y raised to 2 by m മൈനസ് 2x y raised to 1 by m പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 ഫോമിൽ വരും. ഇത് ആക്ച്വലി എന്താ, y raised to 1 by m the whole square minus 2x into y raised to 1 by m plus 1. ഇത് ആക്ച്വലി നമ്മുടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിൽ. അത് നോക്കിയേ, ഇത് എഴുതേണ്ട കാര്യമില്ല, ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി y raised to 1 by m minus 2x y raised to 1 by m പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ എക്സ് സ്ക്വയർ മൈനസ് ഈ എക്സ് ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം, മൈനസ് 2a എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 ഫോം. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് y raised to 1 by m ഈസ് ഈക്വൽ ടു, നമ്മൾ എക്സിന് പകരം y raised to 1 by m ഈസ് ഈക്വൽ ടു മൈനസ് ബി, ഇവിടെ മൈനസ് ബിയുടെ സ്ഥാനത്ത് എന്താ വന്നേക്കുന്നത്, മൈനസ് 2x. അപ്പം 2x പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 4x സ്ക്വയർ മൈനസ് 4 ഇൻറ്റു ഇവിടെ 1 by m-ൻ്റെ കോയിഫിഷ്യൻറ്റും 1 ആണ്, കോൺസ്റ്റൻറ്റും 1 ആയതുകൊണ്ട് മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പോൾ നമുക്ക് ഈ ഇതിനകത്ത് നിന്നും 2 കോമൺ ആയിട്ട് എടുത്താൽ ദിസ് ഈസ് ഈക്വൽ ടു 2x പ്ലസ് ഓർ മൈനസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പോൾ നമുക്ക് 2 ക്യാൻസൽ ചെയ്താൽ y raised to 1 by m ഈസ് ഈക്വൽ ടു 2x എന്നുള്ളത് 2 ആയിട്ട് മാറും, എക്സ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 കിട്ടി. Therefore, y is equal to x plus or minus root of x plus or minus root of x square minus 1 raised to m എന്ന് പറയാൻ മേലെ y raised to 1 by m ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും raised to m എടുക്കുമ്പോൾ നമുക്കത് y is equal to x plus or minus root of x square minus 1 raised to m എന്ന് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ചെയ്ത പ്രോസസ്സ് ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് y raised to 1 by m ഇതാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ ആദ്യം അതിനെ y raised to 1 by m ഡിനോമിനേറ്റർ 1 by y raised to 1 by m, y raised to minus 1 by m 1 by y raised to 1 by m ഫോമിൽ എഴുതി സിംപ്ലിഫൈ ചെയ്ത് അപ്പോൾ നമുക്കതൊരു ക്വാഡ്രാറ്റിക് ഫോമിൽ കിട്ടി. y raised to 1 by m-ൻ്റെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. അപ്പോൾ y raised to 1 by m സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് സ്ക്വയർ പ്ലസ് 2b പ്ലസ് ബി എക്സ് പ്ലസ് സി ഫോമിലാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് y raised to 1 by m, എക്സിൻ്റെ സ്ഥാനത്ത് y raised to 1 by m, ഇവിടെ എയുടെ സ്ഥാനത്ത് 1, ബിയുടെ സ്ഥാനത്ത് മൈനസ് 2x, സിയുടെ സ്ഥാനത്ത് 1. അപ്പം മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a എന്നുള്ള ഫോമിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എയുടെ സ്ഥാനത്ത് 1, അപ്പം മൈനസ് ബി എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് മൈനസ് 2x, അപ്പം പ്ലസ് 2x പ്ലസ് ഓർ മൈനസ് 2x-ൻ്റെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ സി, എയും 1 ആണ് സിയും 1 ആണ്, മൈനസ് 4 ബൈ 2a ആണ് ഫോർമുല. ഇവിടെ a 1 ആയതുകൊണ്ട് നമുക്കിങ്ങനെ കിട്ടി. അപ്പോൾ y raised to 1 by m എന്ന് പറയുന്നത് നമുക്ക് എക്സ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് y കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, രണ്ട് സൈഡും റേസ് ടു m എടുത്താൽ y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 റേസ് ടു m. നമുക്ക് ആൻസറും കൂടെ നോക്കുക, നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു y n+2 ഒക്കെ. അപ്പോൾ ഇതിന് നമ്മൾ ഒന്നും കൂടെ നമുക്ക് ഇതിനൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം.
differentiating both sides, we get നമുക്ക് dy by dx അല്ലെങ്കിൽ y1 is equal to ഇത് എക്സ് റൈസ് ടു എം ആണെങ്കിൽ എം എക്സ് റൈസ് ടു എം മൈനസ് 1 വരും, എക്സ് സ്ക്വയർ മൈനസ് 1. ഇനി ഇത് എക്സ് അല്ല, എക്സ് പ്ലസ് ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് കൂടെ വരും ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. അതായത് ഇതിനെ നമ്മൾ എക്സ് റൈസ് ടു എം ആയിട്ട് കൺസിഡർ ചെയ്താൽ എം എക്സ് റൈസ് ടു എം മൈനസ് 1 കിട്ടും. പക്ഷേ എക്സ് അല്ലാത്തത് കൊണ്ട് ആ എക്സിന് പകരം എന്ത് വന്നോ അതിൻ്റെ ഡെറിവേറ്റീവ് കൂടെ നമ്മൾ ചെയ്യണം, ചെയിൻ റൂളാണ്. അപ്പോൾ അത് എം ഇൻറ്റു എക്സ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് പറയുമ്പം എക്സ് സ്ക്വയർ മൈനസ് 1 റേസ് ടു 1/2 ആണ്. അപ്പോൾ അത് 1/2 എക്സ് സ്ക്വയർ മൈനസ് 1 റേസ് ടു 1/2 എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു ഈ എക്സ് സ്ക്വയർ മൈനസ് 1 ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 2x വരും. അതായത് ഇവിടെ നമ്മൾ ആദ്യം സം റൂൾ വെച്ചിട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1, റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/2 റൂട്ട് എക്സ്. അപ്പോൾ ഇവിടെ റൂട്ട് എക്സ് അല്ല, എക്സിന് പകരം എന്താ എക്സ് സ്ക്വയർ മൈനസ് 1 ആയതുകൊണ്ട് ആ എക്സ് സ്ക്വയർ മൈനസ് 1 ഡെറിവേറ്റീവ് കൂടെ എടുക്കുക. അപ്പം 2 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം നമുക്കിതെന്ത് കിട്ടി? എം ഇൻറ്റു എക്സ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു 1 പ്ലസ് എക്സ് divided by 1 plus or minus x divided by x square minus 1 വരും, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. നമ്മളിവിടെ എൽ സി എടുക്കുകയാണെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു എം ഇൻറ്റു എക്സ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 വരും. നമ്മൾ ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു y1 ഈസ് ഈക്വൽ ടു എം ഇൻറ്റു നമുക്ക് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് എക്സ്. അപ്പോൾ ആക്ച്വലി എന്ത് വരും? എക്സ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ വരും. ഇത് നമ്മൾ സ്ക്വയർ ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എം ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ഓർ മൈനസ് 2x ഇൻറ്റു എനിക്ക് തെറ്റിപ്പോയേ, ഇവിടെ റേസ് ടു എം മൈനസ് 1 അല്ലേ, റേസ് ടു എം മൈനസ് 1. അപ്പോൾ അത് റേസ് ടു എം വരും. എം എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് എക്സ് എന്ന് പറയുന്നതും എക്സ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്നത് സെയിം. അപ്പോൾ ഇത് റേസ് ടു എം ആണ്, ഞാൻ എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 കിട്ടി. ഇനി എക്സ് പ്ലസ് ഓർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1 റേസ് ടു എം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ y അല്ലേ. അപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 y1 ഇസ് ഈക്വൽ ടു എം വൈ. കാരണം എക്സ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്നത് y ആണ്. അപ്പോൾ നമുക്ക് ഈ സ്ക്വയർ റൂട്ട് കളയാൻ വേണ്ടി സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്, സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. ഈ ലെബനീസ് തിയറത്തിൻ്റെ പ്രോബ്ലംസ് എല്ലാം ഒരിച്ചിരി ലെങ്തിയാണ്, പക്ഷേ ഇത് ഉറപ്പായിട്ടും ചോദിക്കും, ഈ ടൈപ്പ് പ്രോബ്ലംസ് ചോദിക്കും. അപ്പോൾ നമ്മൾ ചെയ്തത് ആദ്യം y റേസ് ടു 1/m കണ്ടുപിടിച്ചു, എന്നിട്ട് അതിനെ y ആക്കി ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഈ ഒരു ഫോമിൽ കിട്ടി. അപ്പോൾ ഇതെന്ന് പറയുന്നത് y ആയതുകൊണ്ട് നമ്മളതിനെ y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 y1 ഈക്വൽ ടു എം വൈ. ഇനി സ്ക്വയർ ചെയ്യുമ്പം എക്സ് സ്ക്വയർ മൈനസ് 1 y1 സ്ക്വയർ ഇസ് ഈക്വൽ ടു എം സ്ക്വയർ വൈ സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്ക് y1 ഇതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണെങ്കിൽ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു 2y1 ഡെറിവേറ്റീവ് y2 പ്ലസ് y1 സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1 ഡെറിവേറ്റീവ് 2x ഈസ് ഈക്വൽ ടു എം സ്ക്വയർ ഇൻറ്റു 2y1 വരും. അത് 2y1 കോമൺ ആയിട്ട് നമ്മൾ കട്ട് ചെയ്താൽ എക്സ് സ്ക്വയർ മൈനസ് 1 y2 പ്ലസ് 2ഉം y1ഉം പോയി കഴിഞ്ഞാൽ എക്സ് y1 ഈസ് ഈക്വൽ ടു 2y1 പോയി കഴിഞ്ഞാൽ എം സ്ക്വയർ വൈ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്താ കിട്ടി? എക്സ് സ്ക്വയർ മൈനസ് 1 y2 പ്ലസ് എക്സ് y1 മൈനസ് ഇനി ഈക്വൽ ടു എം സ്ക്വയർ വൈ. അപ്പോൾ നമ്മളതിനെ എക്സ് സ്ക്വയർ മൈനസ് 1 y2 പ്ലസ് എക്സ് y1 മൈനസ് എം സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 1 y2 പ്ലസ് എക്സ് y1
മൈനസ് എം സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലെബനീസ് തിയറം. നമുക്ക് ഇനി വേണ്ട ആൻസറുമായിട്ട് നോക്കുമ്പോൾ ഏകദേശം ഒരു സിമിലാരിറ്റി ഉണ്ട്. എക്സ് സ്ക്വയർ മൈനസ് 1 വൈ എൻ പ്ലസ് 2. അപ്പോൾ നമ്മൾ ഇതിനെ നമുക്ക് ലെബനീസ് തിയറം അപ്ലൈ ചെയ്യാം. ലെബനീസ് തിയറം അപ്ലൈ ചെയ്യുമ്പം നമുക്ക് ഡെറിവേറ്റീവ് തീർന്നു പോകുന്നത് ഏതാണെന്ന് നോക്കാം. ഡെറിവേറ്റീവ് തീർന്നു പോകുന്നത് എന്താ? ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 1 ഡെറിവേറ്റീവ് തീർന്നു പോകും. ഇവിടെ എക്സിന് ഡെറിവേറ്റീവ് തീർന്നു പോകും. അപ്പോൾ നമ്മൾ ഇതിനെ വി ആയിട്ടും ഇതിനെ യു ആയിട്ടും എടുക്കുക. ഇവിടെ ഇത് വി, ഇത് യു ആയിട്ട് എടുക്കുക. അപ്പോൾ ലെബനീസ് തിയറം നമ്മൾ ഓൾറെഡി ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്താണ്. ലെബനീസ് തിയറം ഓർക്കുന്നുണ്ടോ? നമ്മൾ ചെയ്തതെന്താണ്? യു എൻ വി. അപ്പോൾ ഇതിൻ്റെ y2ൻ്റെ എന്ത് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ yn+2. യു എൻ വി എന്ന് പറയുമ്പം ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1 പ്ലസ് NC1 യു. അടുത്ത ഫോമുല എന്താ? UN-1 ആണ്. UN-1 എന്ന് പറയുമ്പം y2 പ്ലസ് n-1 എന്ന് പറയുമ്പം yn+1 ഇൻറ്റു UN-1 v1. അപ്പോൾ അത് 2x വരും അല്ലേ? ഇൻറ്റു 2x വരും. അടുത്തത് NC2 yn 2xന് ഡെറിവേറ്റീവ് 2. ഇതും കൊണ്ട് തീർന്നു. ഇതാണ് ഫസ്റ്റ് സെക്ഷൻ. പ്ലസ് എക്സ് y1ൻ്റെ അകത്ത് ഇത് തന്നെ വരും. എക്സ് വി ആയിട്ടും y1നെ യു ആയിട്ടും എടുക്കുവാണെങ്കിൽ n ടൈംസ് ചെയ്യുമ്പോൾ yn+1 എക്സ് UN-v പ്ലസ് NC1 UN-1 എന്ന് പറയുമ്പം yn v1 എന്ന് പറയുമ്പം അത് 1. ഇത്ര കൊണ്ട് തീരുമോ? 1 കൊണ്ട് തീർന്നു. ഡെറിവേറ്റീവ് തീർന്നല്ലോ. മൈനസ് എം സ്ക്വയർ വൈ എൻ ഇസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 1 വൈ എൻ പ്ലസ് 2. NC1 എന്ന് പറയുന്നത് n തന്നെയാണ്. അപ്പോൾ അത് 2nxyn+1. NC2 എന്ന് പറയുമ്പം n ഇൻറ്റു n-1/2 ആണ്. n ഇൻറ്റു n-1/2 ഈ 2 കൂടെ പോകുമ്പോൾ അത് n ഇൻറ്റു n-1 yn. ഇവിടെ പ്ലസ് xyn+1. ഇവിടെ NC1 എന്ന് പറയുമ്പോൾ n ഉള്ളൂ. NYN മൈനസ് എം സ്ക്വയർ yn ഇസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് yn+1 ഉള്ള ടേമുകളും ഈ ടേമുകളും yn ടേമുകളും ഒരുമിച്ചാക്കുവാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 1 yn+2 പ്ലസ് 2n. ഇവിടെ 1 അല്ലേ? xyn+1 കോമൺ ഇൻറ്റു xyn+1 പ്ലസ് അടുത്തത് yn ടേമുകൾ എടുക്കുവാണെങ്കിൽ ഇവിടെ n സ്ക്വയർ മൈനസ് n പ്ലസ് n മൈനസ് എം സ്ക്വയർ yn ഇസ് ഈക്വൽ ടു 0. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പം n സ്ക്വയർ മൈനസ് n. ഇവിടെ n, ഇവിടെ മൈനസ് എം സ്ക്വയർ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1 പ്ലസ് 2n+1 xyn+1. ഇനി n സ്ക്വയർ എന്നും ക്യാൻസൽ ചെയ്ത് പോകും. പ്ലസ് n സ്ക്വയർ മൈനസ് എം സ്ക്വയർ yn ഈക്വൽ ടു 0. ഇതല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നോക്കി. എക്സ് സ്ക്വയർ മൈനസ് 1 yn+2 2n+1 xyn+1 n സ്ക്വയർ മൈനസ് എം സ്ക്വയർ yn ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം തീർന്നു. നമ്മൾ ചെയ്ത പ്രോസസ്സ് എന്താ? ആദ്യം y സിംപ്ലിഫൈ ചെയ്തു. y നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്ത് y ഇസ് ഈക്വൽ ടു ഫോമിൽ കിട്ടി. അതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പിന്നെ സ്ക്വയർ ചെയ്ത് ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോമിൽ കിട്ടി. അപ്പം ഇനി പിന്നെ നമ്മൾ ലെബനീസ് തിയറം അപ്ലൈ ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. if y is equal to log x by x, y is equal to log x by x, prove that yn is equal to minus 1 raised to n factorial divided by x raised to n plus 1 into log x minus 1 minus 1/2 minus 1/3 minus etc. minus 1/n. അപ്പം നമുക്ക് y എന്ന് പറയുന്നത് log x by x ആണ് എങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? അതിൻ്റെ എൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് 1 റേസ് ടു n ഫാക്ടോറിയൽ എക്സ് റേസ് ടു n പ്ലസ് 1 log x minus 1 minus 1/2 minus 1/3 etc. minus 1/n. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്.
നമുക്ക് ആദ്യം വൈയിൽ നിന്ന് വൈ സി ലോഗ് എക്സും എക്സ് 1/x അപ്പം ലോഗ് എക്സ് ഇൻറ്റു 1/xനെ നമുക്ക് ഡിവിഷന് നമുക്ക് മെത്തേഡ് ഇല്ല, ലെബനീസ് തിയറി അപ്ലൈ എന്ത് ഡെറിവേറ്റീവ് കാണാം. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ഡെറിവേറ്റീവ് കാണാൻ പറ്റും. അപ്പോൾ നമ്മളതിനെ 1/x ലോഗ് എക്സ് എന്ന് എടുക്കാം. അപ്പോൾ 1/xനെ യു എന്നും ഇതിനെ നമ്മൾ വി എന്നും വിളിക്കുവാണെങ്കിൽ അപ്ലൈയിങ് ലെബനീസ് തിയറം നമുക്ക് yn ഇസ് ഈക്വൽ ടു എന്ത് തരും, യു എൻ വി, അത് 1/xൻ്റെ എന്ത് ഡെറിവേറ്റീവ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് NC1 1/xൻ്റെ n-1 ഡെറിവേറ്റീവ് ലോഗ് എക്സിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. അടുത്ത് എന്ത് വരും, NC2 1/sൻ്റെ n-2 ഡെറിവേറ്റീവ് ലോഗ് എക്സിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് അല്ലേ. ഇതിങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് എന്ത് വരും, NCN അല്ലേ. ലാസ്റ്റ് ഫോർമുല എന്ന് പറയുന്നത് NCN യു വി എൻ അല്ലേ വരുന്നത്. അപ്പോൾ അത് NCN എന്ന് പറയുന്നത് 1 ആണ്, യു എന്ന് പറയുന്നത് 1/x ആണ്, വി എന്ന് പറയുന്ന ലോഗ് എക്സിൻ്റെ എന്ത് ഡെറിവേറ്റീവാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഫോർമുല ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് 1/xൻ്റെ എന്ത് ഡെറിവേറ്റീവ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ സൈഡിൽ ചെയ്ത് നോക്കിയാൽ മതി. 1/xൻ്റെ ഒരു ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ -1/x² കിട്ടും. ഇനി അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുവാണെങ്കിൽ -1 ഇൻറ്റു 1/x² ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ -2/x³ വരും. ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് വരും, -1 -2 1/x³ -3/x³. ഇത് നോക്കിയേ, ഇത് നമുക്ക് -1⁻³ 3 മൈനസ് ഉണ്ട്. 1 × 2 × 3 നമുക്ക് 3 ഫാക്ടോറിയൽ എഴുതാം. x⁴ വരികയല്ലേ. അപ്പം ജനറലി നമ്മൾ പറയുവാണെങ്കിൽ, ഞാനത് സൈഡിൽ എഴുതി എന്നുള്ളതേ ഉള്ളൂ, ജനറലി നമ്മൾ നോക്കുവാണെങ്കിൽ 1/xൻ്റെ എന്ത് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇവിടെ നമുക്ക് 1/xൻ്റെ എന്ത് ഡെറിവേറ്റീവ് അല്ലേ വേണ്ടേ. 1/xൻ്റെ മൂന്നാമത്തെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ -1⁻³ അപ്പോൾ അത് -1⁻n. ഇനി 1 × 2 × 3 എന്ന് പറയുമ്പോൾ 1 × 2 × n വരെ വരുമ്പം അത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ പവർ 1 കൂടും x⁻n+1. അപ്പോൾ 1/xൻ്റെ എന്ത് ഡെറിവേറ്റീവാണ് നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത്. 1/xൻ്റെ എന്ത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -1⁻n ഇൻറ്റു n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ x⁻n+1. ഇത് നമുക്ക് ആക്ച്വലി എവിടെ നിന്നാണ് കിട്ടുന്നത്, ഇത് നമ്മുടെ 1/xൻ്റെ ഡെറിവേറ്റീവ്സ് 1-2 പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു പാറ്റേൺ മനസ്സിലാവും. കാരണം എല്ലാത്തിനും അത് മൈനസ് വരും. അപ്പോൾ എത്ര മൈനസ് വരും എന്നുള്ളത്, എത്ര പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു അത്രയും മൈനസ് ഉണ്ട്. അതുകൊണ്ട് -1⁻n. പിന്നെ ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -1, പിന്നെ -2 -3 അങ്ങനെ പോകുന്നതുകൊണ്ട് 1 × 2 × 3 മൈനസ് കോമൺ ആയിട്ട് എടുത്താൽ 1 × 2 × 3 അങ്ങനെ പോകുന്നതുകൊണ്ട് അത് n ഫാക്ടോറിയൽ. പിന്നെ ഡിനോമിനേറ്റർ 2 ടൈംസ് ചെയ്യുമ്പോൾ 3 ടൈംസ് ചെയ്യുമ്പോൾ പവർ 4, അപ്പോൾ അത് 1 പവർ കൂടി ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് NC1 എന്ന് പറയുന്നത് എന്താണ്, NC1 എന്ന് പറയുന്നത് n തന്നെയാണ്. ഇനി 1/xൻ്റെ n-1 ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -1⁻n−1 n-1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ x⁻n വരും. ഒരു പവർ കുറഞ്ഞു, n-1 n ആയിരുന്നപ്പം n+1, n-1 ആകുമ്പം n-1+1 എന്ന് പറയുമ്പോൾ n വരും. ഇനി ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 1/x എന്ന് വരും. അടുത്തത് NC2 എന്ന് പറയുമ്പം n × n-1/2 അല്ലേ, n × n-1/2. 1/xൻ്റെ n-2th ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ -1⁻n−2 n-2 ഫാക്ടോറിയൽ. 1/xൻ്റെ n-2th ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ -1⁻n−2 n-2 ഫാക്ടോറിയൽ x⁻n−2+1 എന്ന് പറയുമ്പോൾ x⁻n−1. പിന്നെ ലോഗ് എക്സിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 1/xൻ്റെ ഡെറിവേറ്റീവാണ്, അത് -1/x² എന്ന് വരും അല്ലേ, -1/x². അടുത്തത് NC3 n × n-1 × n-2 × 1 × 2 × 3 NC3 എന്ന് പറയുമ്പോൾ n × n-1 × n-2.
ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3. ഇനി എന്താ വരുന്നത്? NC3 ആകുമ്പോൾ 1/xൻ്റെ n-3 അപ്പോൾ 1 - n-3 n-3 ഫാക്ടോറിയൽ x റേസ് ടു n-3 n-3 പ്ലസ് 1 എന്ന് പറയുമ്പോൾ n-2 ഇൻറ്റു ഇനി എന്താ പറയുന്നത് -1/x² ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ -1 ഇൻറ്റു -2 -1 ഇൻറ്റു -2 ഡിവൈഡ് ബൈ x²ൻ്റെത് x³ പ്ലസ് എക്സെട്ര അല്ലേ, പ്ലസ് എക്സെട്ര. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് പ്ലസ് NCN എന്ന് പറയുന്നത് 1 ആണ്. 1/x ഇൻറ്റു ലോഗ് എക്സിൻ്റെ എന്ത് ഡെറിവേറ്റീവ്? ലോഗ് എക്സിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/x ആണ് അല്ലേ. അപ്പോൾ ഇനി ലോഗ് എക്സിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 1/x. അപ്പോൾ ലോഗ് എക്സിൻ്റെ എന്ത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/xൻ്റെ n-1 ഡെറിവേറ്റീവ് അല്ലേ വരുന്നത്. അപ്പോൾ ലോഗ് എക്സിൻ്റെ എന്ത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/xൻ്റെ അല്ലേ. ലോഗ് എക്സിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പോൾ ലോഗ് എക്സിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/xൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. അപ്പോൾ ലോഗ് എക്സിൻ്റെ എന്ത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/xൻ്റെ n-1 ഡെറിവേറ്റീവ് ആയതുകൊണ്ട് -1 റേസ് ടു n-1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ x റേസ് ടു n-1 പ്ലസ് 1 എന്ന് പറയുമ്പോൾ x റേസ് ടു n എന്ന് വരും. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ലോഗ് എക്സിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 1/x. അപ്പോൾ ലോഗ് എക്സിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/xൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. ലോഗ് എക്സിൻ്റെ തേർഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/xൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പോൾ ലോഗ് എക്സിൻ്റെ എന്ത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/xൻ്റെ n-1 ഡെറിവേറ്റീവ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ -1 റേസ് ടു n ഫാക്ടോറിയൽ x റേസ് ടു n പ്ലസ് 1 ലോഗ് എക്സ്, അതിന് ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു -1 റേസ് ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ x റേസ് ടു n പ്ലസ് 1 ലോഗ് എക്സ്. അടുത്ത ടേം നമ്മൾ നോക്കുവാണെങ്കിൽ n ഉണ്ട്, n-1 ഫാക്ടോറിയലുണ്ട്. n ഇൻറ്റു n-1 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ n-1 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് n-1 നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റാണ്. അതിൻ്റെ കൂടെ n കൂടെ വരുമ്പം പിന്നെയും n ഫാക്ടോറിയൽ വരും. അപ്പോൾ അത് n ഫാക്ടോറിയൽ അല്ലേ, അവിടെ n ഫാക്ടോറിയൽ -1 റേസ് ടു n-1. അപ്പം n ഫാക്ടോറിയൽ -1 റേസ് ടു n-1. അപ്പം n ഇൻറ്റു പിന്നെ ഇനി ഇവിടെയോ x റേസ് ടു n പ്ലസ് 1 x റേസ് ടു n പ്ലസ് 1. അടുത്ത ടേം n ഇൻറ്റു n-1 n-2 n ഇൻറ്റു n-1 n-2 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ n-2 ഫാക്ടോറിയലിനകത്ത് ആദ്യത്തെ n-2 ടേംസ് ഉണ്ട്, അതിൻ്റെ കൂടെ n-1 എന്നും കൂടെ വരുമ്പോൾ n ഫാക്ടോറിയൽ. പിന്നെ -1 റേസ് ടു n-2 ബൈ 2 x റേസ് ടു n-1. ഇവിടെ x² ഉണ്ട്. ഇവിടെ x²ഉം x റേസ് ടു n-1 പ്ലസ് 2 ചെയ്യുമ്പോൾ അത് n പ്ലസ് 1 ആണ്. പിന്നെ ഇവിടെ ഒരു -1 റേസ് ടു n-2, ഇവിടെ ഒരു -1. അപ്പോൾ ഒരു n-1 കൂടെ വരുമ്പോൾ n-2ൻ്റെ കൂടെ ഒരു -1 കൂടെ വരുമ്പോൾ n-1 വരും. അപ്പോൾ ഇത് എത്ര വരും? ആദ്യം n ഫാക്ടോറിയൽ -1 റേസ് ടു n-1. അപ്പം n ഫാക്ടോറിയൽ -1 റേസ് ടു n-1. ഈ മൂന്ന് ടേം ഇതും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ n ഫാക്ടോറിയൽ വന്നു. -1 റേസ് ടു n-2 ഇതും കൂടെ വരുമ്പോൾ -1 റേസ് ടു n-1. പിന്നെ എക്സിൻ്റെ പവർ നമ്മൾ നോക്കുവാണെങ്കിൽ x റേസ് ടു n പ്ലസ് 1. ഇവിടെ 2 ഡിവൈഡഡ് ബൈ 2x റേസ് ടു n പ്ലസ് 1. അടുത്ത ടൈം നമ്മൾ നോക്കുവാണെങ്കിൽ n ഇൻറ്റു n-1 n-2 ഇൻറ്റു n-3 ഫാക്ടർ. അപ്പോൾ n-3യുടെ കൂടെ n-2 n-1 എന്നും കൂടെ വരുമ്പം അതെന്ത് വരും? n ഫാക്ടോറിയൽ. അപ്പോൾ അടുത്തത് n ഫാക്ടോറിയൽ. ഇനി -1 റേസ് ടു n-3യുടെ കൂടെ രണ്ട് മൈനസും കൂടെ വരും അല്ലേ, രണ്ട് മൈനസും കൂടെ വരും. -1 റേസ് ടു n-3 പ്ലസ് 2 എന്ന് പറയുമ്പോൾ -1 റേസ് ടു n-1. ഇവിടെ -1 റേസ് ടു n-3, പിന്നെ ഇവിടുത്തെ രണ്ട് മൈനസും കൂടെ വരുമ്പോൾ -1 റേസ് ടു n-1, പിന്നെ n ഫാക്ടോറിയൽ. പിന്നെ ഇവിടെ 1 ഇൻറ്റു 2 ഉണ്ട്, അപ്പോൾ ഈ 1 ഇൻറ്റു 2 പോകും, പിന്നെ 3 ഇവിടെ മിച്ചമുള്ളൂ. അപ്പോൾ ഡിനോമിനേറ്റർ 3 വരും. x റേസ് ടു n-2 ഇവിടെ 3 ആകുമ്പോൾ n-2 പ്ലസ് 3, അപ്പോൾ n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3x റേസ് ടു n പ്ലസ് 1 പ്ലസ് എക്സെട്ര. ഇനി ലാസ്റ്റ് ടേം എഴുതിയാൽ മതി. ഇവിടെ 1/x, ഇവിടെ x റേസ് ടു, അപ്പോൾ x റേസ് ടു n പ്ലസ് 1. ഇവിടെ n-1 ഫാക്ടോറിയൽ -1 റേസ്, അപ്പോൾ -1 റേസ് ടു n-1
n മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എക്സ് റേസ് ടു n പ്ലസ് 1 വരും. അപ്പോൾ നമുക്ക് കുറച്ച് ടേംസ് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഇവിടെ എല്ലാം n ഫാക്ടോറിയലുണ്ട്. ഇവിടെ ഒരു n ഫാക്ടോറിയലിന് ഒരു n-ൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്കതിനെ ഇതിനെ വേണമെങ്കിൽ ഒരു n വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് n ഫാക്ടോറിയലായിട്ട് മാറുള്ളൂ. n മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു n ചെയ്താൽ അത് n ഫാക്ടോറിയൽ. അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരു n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് മൈനസ് 1 റേസ് ടു n ഫാക്ടോറിയൽ കോമൺ ആണ്, എക്സ് റേസ് ടു n പ്ലസ് 1 കോമൺ ആണ്. അപ്പോൾ ഇത്രയും ടേംസ് കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെ ലോഗ് എക്സ് വരും. നമ്മൾ മൈനസ് 1 റേസ് ടു n ഫാക്ടോറിയൽ എക്സ് റേസ് ടു n പ്ലസ് 1 ആ കോമൺ ആയിട്ട്. അപ്പോൾ n ഫാക്ടോറിയൽ എക്സ് റേസ് ടു n പ്ലസ് 1. ഇവിടെ മൈനസ് 1 റേസ് ടു n മൈനസ് 1 ഉള്ളൂ. നമ്മൾ മൈനസ് 1 റേസ് ടു n കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ ഒരു മൈനസ് വരുമല്ലോ. അപ്പോൾ ഇത് കോമൺ ആയിട്ട് എടുക്കുമ്പം അത് മൈനസ് 1. അടുത്തത് n ഫാക്ടോറിയൽ ഇവിടെ ഒരു മൈനസ് വരും. എക്സ് റേസ് ടു n പ്ലസ് 1 കൂടെ പോകുമ്പോൾ മൈനസ് 1/2. ഇവിടെ n ഫാക്ടോറിയൽ മൈനസ് 1 റേസ് ടു n ആണ്. മൈനസ് 1 റേസ് ടു n മൈനസ് 1 ഉള്ളപ്പോൾ ഒരു മൈനസ് 1/3. ഇങ്ങനെ ചെയ്ത് ലാസ്റ്റ് നമുക്ക് ഈ n ഇൻറ്റു n മൈനസ് 1 ചെയ്യുമ്പോൾ പിന്നെ മിച്ചം എത്രയേ ഉള്ളൂ? 1/n മൈനസ് എക്സെട്ര. നമുക്ക് ഇവിടെ മൈനസ് 1 റേസ് ടു n പുറത്തെടുത്ത് കഴിയുമ്പോൾ ഒരു മൈനസ് വരും, മൈനസ് 1/n. ഇതല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പം മൈനസ് 1 റേസ് ടു n ഫാക്ടോറിയൽ എക്സ് റേസ് ടു n പ്ലസ് 1 ലോഗ് എക്സ് മൈനസ് 1 മൈനസ് 1/2 മൈനസ് 1/3 എക്സെട്ര മൈനസ് 1/n എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സ് ഒന്നും കൂടെ പറയാം. വൈയുടെ നമ്മൾ ലെബനീസ് തിയറി അപ്ലൈ ചെയ്യുക. അപ്പോൾ 1/xനെ u ആയിട്ടും വിയെ നമ്മൾ ലോഗ് എക്സും ആയിട്ട് എടുത്തു. 1/xൻ്റെ എന്ത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് 1 റേസ് ടു n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എക്സ് റേസ് ടു n പ്ലസ് 1. ലോഗ് എക്സിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/x. അപ്പോൾ ലോഗ് എക്സിനെ രണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് 1/xൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവാണ്. അപ്പോൾ ലോഗ് എക്സിൻ്റെ എന്ത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/xൻ്റെ n മൈനസ് 1 ഡെറിവേറ്റീവാണ്. അപ്പോൾ നമ്മൾ അതുപോലെ അങ്ങ് ചെയ്തു. 1/x. അപ്പോൾ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ലോഗ് എക്സിൻ്റെ എന്ത് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ മൈനസ് 1 റേസ് ടു n മൈനസ് 1. ലോഗ് എക്സിൻ്റെ എന്ത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/xൻ്റെ n മൈനസ് 1 ഡെറിവേറ്റീവ് അത് ഇവിടെ എഴുതി. നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. 6th question. If in is equal to d raised to n dx raised to n x raised to n log x, prove that in is equal to n into in minus 1 plus n minus 1 factorial. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. in എന്ന് പറയുന്നത് n ഇൻറ്റു n മൈനസ് 1 പ്ലസ് n മൈനസ് 1 ഫാക്ടോറിയലാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ in എന്താണ് തന്നേക്കുന്നത്? നെ നമ്മൾ n മൈനസ് 1 ടേംസിലും കൂടെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. in എന്ന് പറയുന്നത് d റേസ് ടു n d എക്സ് റേസ് ടു n ഓഫ് എക്സ് റേസ് ടു n ലോഗ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് n മൈനസ് 1 എന്ന് പറയുന്നപ്പോൾ എന്തായിരിക്കും? d n മൈനസ് 1 d എക്സ് റേസ് ടു n മൈനസ് 1 എക്സ് റേസ് ടു n മൈനസ് 1 ലോഗ് എക്സ് ആയിരിക്കുകയല്ലേ. അപ്പോൾ എന്നിന് പകരമല്ല n മൈനസ് 1 വേണം. അപ്പോൾ അതിന് നമ്മൾ അതിനെന്ത് ചെയ്താൽ മതി? d റേസ് ടു n d എക്സ് റേസ് ടു n എന്ന് പറയുന്നത് നമുക്ക് d റേസ് ടു n മൈനസ് 1 d എക്സ് റേസ് ടു n മൈനസ് 1 ഇൻറ്റു d ബൈ ഡി എക്സ് എന്ന് എഴുതാൻ മേലെ. ഇത് രണ്ടും സെയിം അല്ലേ? d റേസ് ടു n d എക്സ് റേസ് ടു n എന്ന് പറയുന്നു. d റേസ് ടു n മൈനസ് 1 d എക്സ് റേസ് ടു n മൈനസ് 1 എന്ന് ഇൻറ്റു d ബൈ ഡി എക്സ് എന്ന് പറയുന്നത് സെയിമാണ്. അപ്പോൾ നമുക്കതിനെ എക്സ് റേസ് ടു n ലോഗ് എക്സ് ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. d റേസ് ടു n d എക്സ് റേസ് ടു n നമുക്ക് d n മൈനസ് 1 d എക്സ് റേസ് ടു n മൈനസ് 1 ഓഫ് d ബൈ ഡി എക്സ് ഓഫ് എന്ന് എഴുതാം. അപ്പം ദിസ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്കിതൊരു d റേസ് ടു n മൈനസ് 1 d എക്സ് റേസ് ടു n മൈനസ് 1 ഫോമിൽ കിട്ടി. ഇനി അകത്തേത് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. എക്സ് റേസ് ടു എന്നിൻ്റേത് n എക്സ് റേസ് ടു n മൈനസ് 1 ലോഗ് എക്സ് പ്ലസ് എക്സ് റേസ് ടു n ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് 1/x. സോ ദിസ് ഈസ് ഈക്വൽ ടു d റേസ് ടു n d എക്സ് റേസ് ടു n മൈനസ് 1. നമുക്ക് n എക്സ് റേസ് ടു n മൈനസ് 1 ലോഗ് എക്സ് പ്ലസ് എക്സ് റേസ് ടു n മൈനസ് 1 എന്ന് കിട്ടി. അപ്പം നമുക്ക് ഇതിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം.
ഇനി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും, രണ്ട് ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ ഇതെന്ത് വരും? ആദ്യത്തേൻ്റെ അകത്ത് n കോൺസ്റ്റൻ്റ് ആണ്. നമുക്കിപ്പം n ഇൻറ്റു d റേസ് ടു n മൈനസ് 1 dx റേസ് ടു n മൈനസ് 1 എക്സ് റേസ് ടു n മൈനസ് 1 ലോഗ് എക്സ്. n ഡെറിവേറ്റീവിൻ്റെ പുറത്തെടുത്തു, മിച്ചം ഉള്ളത് എക്സ് റേസ് ടു n മൈനസ് 1 ലോഗ് എക്സ് ആണ്. എക്സ് റേസ് ടു n മൈനസ് 1 ലോഗ് എക്സ് പ്ലസ് അടുത്ത ടേം എന്താ വന്നേക്കുന്നത്? ഡി എൻ മൈനസ് 1 ആണ്. dn മൈനസ് 1 dx റേസ് ടു n മൈനസ് 1 ഓഫ് എക്സ് റേസ് ടു n മൈനസ് 1. n മൈനസ് 1 ടൈംസ് എക്സ് റേസ് ടു n മൈനസ് 1 വരും. ഇനി ഇത് നമുക്ക് നോക്കുവാണെങ്കിൽ n ഇൻറ്റു ഇത് നോക്കിയേ, നമ്മുടെ ഐ എന്നിൻ്റെ അകത്ത് എന്നിന് പകരം എല്ലാം n മൈനസ് 1 വന്നേക്കുന്നില്ല. സോ ഇതിന് നമുക്ക് i n മൈനസ് 1 പ്ലസ് ഇനി n മൈനസ് 1 ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു n മൈനസ് 1. നമുക്കറിയാം എക്സ് റേസ് ടു എന്നിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് n എക്സ് റേസ് ടു n മൈനസ് 1. എക്സ് റേസ് ടു എൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് n ഇൻറ്റു n മൈനസ് 1 എക്സ് റേസ് ടു n മൈനസ് 2. അങ്ങനെ എക്സ് എന്നിൻ്റെ എന്ത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് n ഇൻറ്റു n മൈനസ് 1 എക്സെട്ര. അപ്പോൾ n മൈനസ് അടുത്തത് ഇൻറ്റു 1 വരും അല്ലേ? n ഇൻറ്റു എക്സ് റേസ് ടു n 2 ആകുമ്പം n മൈനസ് 2. അപ്പോൾ n തൊട്ട് n മൈനസ് 1 വരും. അപ്പോൾ n മൈനസ് n മൈനസ് 1 ചെയ്യുമ്പോൾ ആ 1 n ഇൻറ്റു n മൈനസ് 1 അപ് ടു 1 ഇൻറ്റു എക്സ് റേസ് ടു എന്ത് വരും? n മൈനസ് n എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു 0 അത് 1 ആണ്. അപ്പോൾ അത് n ഫാക്ടോറിയലാണ് വരുന്നത്. അപ്പോൾ എക്സ് റേസ് ടു എന്നിൻ്റെ എന്ത് ഡെറിവേറ്റീവ് n ഫാക്ടോറിയൽ. അപ്പോൾ എക്സ് റേസ് ടു n മൈനസ് 1ൻ്റെ n മൈനസ് 1 ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് n മൈനസ് 1 ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് ഇതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ വളരെ ചെറിയൊരു പ്രോബ്ലമാണ്, പക്ഷേ ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്തത് ആൻസർ നോക്കുക. നമുക്ക് തന്നിരിക്കുന്ന in ആണ്. നമുക്ക് അതിനെ in മൈനസ് 1 ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ in മൈനസ് 1 എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം. in എന്ന് പറയുന്നത് ഇതാണെങ്കിൽ in മൈനസ് 1 എന്ന് പറയുന്നത് d റേസ് ടു n മൈനസ് 1 d എക്സ് റേസ് ടു n മൈനസ് 1 എക്സ് റേസ് ടു n മൈനസ് 1 ലോഗ് എക്സ്. അപ്പോൾ നമ്മൾ അത് ചെയ്യാൻ വേണ്ടി ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് അകത്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആൻസറായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. if x plus y is equal to 1, then prove that d raised to n dx raised to n x raised to n into y raised to n is equal to n factorial into y raised to n minus nc1 square yn minus 1 x plus nc2 square yn minus 2 x square plus etc. minus 1 raised to n x raised to n. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്താ തന്നേക്കുന്നത്? എക്സ് പ്ലസ് വൈ തമ്മിൽ ഒരു റിലേഷൻ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്നൊരു റിലേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് എക്സ് റേസ് ടു എൻ വൈ റേസ് ടു എൻ്റെ ഡെറിവേറ്റീവാണ് വേണ്ടത്. ആൻസർ ചെയ്യാൻ വേണ്ടി നമുക്കുള്ളത് നമ്മൾ നോക്കുവാണെങ്കിൽ എക്സ് പ്ലസ് വൈ 1 അതിൽ നിന്ന് നമുക്ക് y ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് എന്നെടുക്കാം. y എന്ന് പറയുന്നത് 1 മൈനസ് എക്സ് ആയതുകൊണ്ട് y1 എന്ന് പറയുന്നത് എപ്പോഴും dy by dx. അപ്പം dy by dx അല്ലെങ്കിൽ y1 എന്ന് പറയുന്നത് -1 ആയിരിക്കും. അപ്പം എക്സ് പ്ലസ് വൈ 1 ആയതുകൊണ്ട് y1നെ നമുക്ക് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. അപ്പം നമ്മൾ എക്സ് റേസ് ടു എന്നും വൈ റേസ് ടു എന്നും നമുക്ക് വേണം. അപ്പോൾ നമ്മൾ ലെറ്റ് x raised to n equal to u and y raised to n equal to v എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ലെബനീസ് തിയറം വെച്ചിട്ട് നമുക്ക് യുവിൻ്റെയും വിയുടെയും എന്ത് ഡെറിവേറ്റീവ് അല്ലേ വേണ്ടത്? എക്സ് റേസ് ടു നമ്മൾ യു ആയിട്ടും വൈ റേസ് ടു നമ്മൾ വി ആയിട്ടും എടുത്താൽ നമുക്ക് യു വിയുടെ എന്ത് ഡെറിവേറ്റീവാണ് വേണ്ടത്? അപ്പം നമുക്ക് ലെബനീസ് തിയറത്തിലെ ടേമുകൾ എഴുതി പോവുക, ആദ്യം ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പോൾ എക്സ് റേസ് ടു എൻ യു ആ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക്
യു എൻ എന്ന് പറയുന്നത് എക്സ് റൈസ് ടു എന്നിൻ്റെ nth ഡെറിവേറ്റീവ്. നമ്മൾ ഓൾറെഡി കണ്ടു എക്സ് റൈസ് ടു എന്നിൻ്റെ nth ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ആയിരിക്കും. അതിൻ്റെ n-1th ഡെറിവേറ്റീവ് എന്ന് പറയുമ്പം അത് n-1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് വരികയല്ലേ അല്ലേ, n ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് വരും. യു n-2 എന്ന് പറയുമ്പോൾ n-1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് സ്ക്വയർ വരും. ഒരു മിനിറ്റ് അത് ചെയ്ത് കാണിക്കാതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇങ്ങനെ എഴുതുന്നതിലും എക്സ് റൈസ് ടു എന്നിൻ്റെ u1 എന്ന് പറയുന്നത് എക്സ്, u2 എക്സ് n എക്സ് റൈസ് ടു n മൈനസ്, u2 എന്ന് പറയുന്നത് n ഇൻറ്റു n-1 എക്സ് റൈസ് ടു n-2, u3 എന്ന് പറയുന്നത് n ഇൻറ്റു n-1 n-2 എക്സ് റൈസ് ടു n-3. ഇങ്ങനെ നമ്മൾ ജനറലി എഴുതി അങ്ങ് പോവുകയാണെങ്കിൽ u(n-2) എഴുതാം നമുക്ക്. u(n-2) എന്ന് പറയുമ്പോൾ n ഇൻറ്റു n-1 n-2 എക്സെട്ര n മൈനസ്, നമുക്കറിയാം u3 വന്നപ്പം n-2 വരിക, അപ്പം 3യേക്കാളും ഒന്ന് കുറയ്ക്കും, അപ്പം n-2നേക്കാളും ഒന്ന് കുറയ്ക്കുമ്പോൾ n-3, അപ്പോൾ n-3 എക്സ് റൈസ് ടു 3 വന്നപ്പം n-3, അപ്പം n-2 എന്ന് വരും. എന്ന് പറയുന്നത് എന്താ, n ഇൻറ്റു n-1 n-2 എക്സെട്ര അപ് ടു 3 എക്സ് റൈസ് ടു 2 എന്ന് വരും. അപ്പോൾ ഈ ഇൻറ്റു n ഇൻറ്റു n-1 n-, എക്സെട്ര 3, അപ്പം ഒരു 2ഉം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് എഴുതാമായിരുന്നു, ഒരു 2ഉം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കതിനെ n ഫാക്ടോറിയൽ എഴുതാം. സോ ദിസ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു n-1 n-3 എക്സെട്ര അപ് ടു 3 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എക്സ് സ്ക്വയറിന് എഴുതാം. അപ്പോൾ 2 ഉള്ളപ്പം നമുക്ക് 1 ഇൻറ്റു 2 1 ഇല്ലെങ്കിലും കുഴപ്പമില്ല, 1 ഇൻറ്റു 2 ഇൻറ്റു 3 അപ് ടു n എന്ന് പറയുമ്പോൾ അത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 എക്സ് സ്ക്വയറാണ്. ഇനി അടുത്തത് u(n-1) എഴുതുവാണെങ്കിൽ u(n-1) എന്ന് പറയുമ്പോൾ n ഇൻറ്റു n-1 എക്സെട്ര n-2 എക്സ് റൈസ് ടു n-1, അപ്പോൾ അത് n ഇൻറ്റു n-1 എക്സെട്ര ഇൻറ്റു 2 എക്സ് റൈസ് ടു 1 വരും. അതെന്ന് പറയുന്നത് എന്താണ്, n ഇൻറ്റു n-1 എന്ന് പറയുമ്പോൾ അത് n ഫാക്ടോറിയൽ എക്സ് ആണ്. u(n) എന്ന് പറയുമ്പം n ഇൻറ്റു n-1 എക്സെട്ര n-1 എക്സ് റൈസ് ടു n-n, അപ്പോൾ അത് n ഇൻറ്റു n-1 എക്സെട്ര അപ് ടു 1 എക്സ് റൈസ് ടു 0 എന്ന് പറയുന്നത് n ഫാക്ടോറിയലാണ്. അപ്പോൾ u(n) എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ, u(n-1) എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ എക്സ്, u(n-2) എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ 2 എക്സ് സ്ക്വയറാണ്. ഇനി നമുക്ക് ഒരു ടേം കൂടെ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് ജനറലൈസേഷൻ മനസ്സിലാവും. ഇവിടെ എക്സെട്ര u(n-2) നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. u(n-3) ആയിരുന്നുവെങ്കിൽ എന്ത് വരും, n ഇൻറ്റു n-1 എക്സെട്ര n-4 ഇൻറ്റു എക്സ് റൈസ് ടു n-3, അപ്പോൾ അത് n ഇൻറ്റു n-1 എക്സെട്ര n- എന്ന് പറയുമ്പോൾ ഇൻറ്റു 4 എക്സ് റൈസ് ടു 3 എന്ന് വരും. അപ്പോൾ ഇൻറ്റു 4 എന്ന് പറയുമ്പം നമുക്കതിനെ ഒരു 3 ഫാക്ടോറിയലും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ, ഇതിൻ്റെ അകത്തോട്ട് ഒരു 3 ഫാക്ടോറിയലും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഇതിനെ, അപ്പം ഒരു ഇൻറ്റു 3 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ചെയ്താൽ നമുക്കതിനെ n ഫാക്ടോറിയൽ എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ എഴുതാം. അപ്പോൾ നമുക്ക് ജനറലി പറയുവാണെങ്കിൽ u(n-3) എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയലാണ്. n-2 ആണെങ്കിൽ n ഫാക്ടോറിയൽ എക്സ് സ്ക്വയർ ബൈ 2. അപ്പോൾ u(n) എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ, u(n-1) എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ എക്സ്, u(n-2) എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ 2
എക്സ് സ്ക്വയർ യു എൻ മൈനസ് 3 എന്ന് പറഞ്ഞാൽ എൻ ഫാക്ടോറിയൽ എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് തിരിച്ചെഴുതുവാണെങ്കിൽ ഇനി ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് യു എൻ തൊട്ടുള്ളതാണ് വേണ്ടത്. അപ്പോൾ യു എൻ എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ, യു എൻ മൈനസ് 1 എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ എക്സ്, യു എൻ മൈനസ് 2 എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ ബൈ 2 എക്സ് സ്ക്വയർ, യു എൻ മൈനസ് 3 എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ എക്സ് ക്യൂബ്, യു എൻ മൈനസ് 4 എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായിരിക്കും എൻ ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ എക്സ് റേസ് ടു 4. നമുക്ക് ആ പാറ്റേൺ മനസ്സിലായി. അപ്പോൾ യു എൻ മൈനസ് 1 ആകുമ്പോൾ എക്സ്, എൻ മൈനസ് 2 എക്സ് സ്ക്വയർ എക്സ് ക്യൂബ്, എൻ മൈനസ് 4 ആകുമ്പോൾ എക്സ് റേസ് ടു 4, എൻ മൈനസ് 2 ആയപ്പം 2 ഫാക്ടോറിയൽ, എൻ മൈനസ് 3 ആയപ്പം 3 ഫാക്ടോറിയൽ, അപ്പോൾ ഇതിങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും യു എൻ മൈനസ് 2. ഇനി നമുക്ക് V1 V2 ഒക്കെയാണ് വേണ്ടത്. അപ്പോൾ വി എന്ന് പറയുന്നത് വൈ റേസ് ടു എൻ ആണ്, വി എന്ന് പറയുന്നത് വൈ റേസ് ടു എൻ ആണ്. അപ്പം നമുക്ക് V1 എന്ന് പറയുന്നത് എൻ വൈ റേസ് ടു എൻ മൈനസ് 1 y1 വരില്ല. കാരണം V1 നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വൈ റേസ് ടു എൻ്റെ എന്ത് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ എൻ വൈ റേസ് ടു എൻ മൈനസ് 1 നമുക്ക് എൻ വൈ റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു y1 വരും. y1 എന്ന് പറയുന്നത് -1, അപ്പോൾ -1 ഇൻറ്റു എൻ വൈ റേസ് ടു എൻ മൈനസ് 1. ഇനി V2 എന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമല്ലേ ചെയ്യുന്നത്. അപ്പം -1 എൻ മൈനസ് 1 വൈ റേസ് ടു എൻ മൈനസ് 2 ഇൻറ്റു y1 വരും അല്ലേ, ഇൻറ്റു y1. അതായത് ഇതിനെ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. V1 എന്ന് പറയുന്നത് വി എന്ന് പറയുന്നത് വൈ റേസ് ടു എൻ ആണ്, വി എന്ന് പറയുന്നത് വൈ റേസ് ടു എൻ. അപ്പോൾ വൈ റേസ് ടു വി നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വി എന്ന് പറയുന്നത് വൈ റേസ് ടു എൻ ആണ്. വൈ റേസ് ടു എന്നിൻ്റെ എന്ത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എൻ വൈ റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്, ഡി വൈ ബൈ ഡി എക്സ് 1 ആണ്. അപ്പോൾ അത് -1 എൻ വൈ റേസ് ടു എൻ മൈനസ് 1 കിട്ടി. ഇനി ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പം -1 എൻ മൈനസ് 1 വൈ റേസ് ടു എൻ മൈനസ് 1. അപ്പം എന്ത് വരും, അത് -1 സ്ക്വയർ എൻ ഇൻറ്റു എൻ മൈനസ് 1 വൈ റേസ് ടു എൻ മൈനസ് 2. അപ്പോൾ അടുത്തത് എന്തായിരിക്കും, ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, V2 ആകുമ്പോൾ -1 സ്ക്വയർ, V3 ആകുമ്പോൾ -1 ക്യൂബ്, എൻ മൈനസ് 1 എൻ മൈനസ് 2 വൈ റേസ് ടു എൻ മൈനസ് 3 എന്ന് വരും, -3 എന്ന് കിട്ടും. അങ്ങനെ നമ്മൾ ജനറലി പറയുവാണെങ്കിൽ പോയി വി എൻ മൈനസ് 1 നമുക്ക് എഴുതാം. വി എൻ മൈനസ് 1 എന്ന് പറയുമ്പം -1 റേസ് ടു 3, ഇവിടെയാണെങ്കിൽ നമ്മൾ എൻ മൈനസ് 2 വരെയല്ലേ എഴുതിയത്. അപ്പം -1 റേസ് ടു 3 എന്ന് പറയുമ്പം എൻ മൈനസ് 1, എൻ ഇൻറ്റു എൻ മൈനസ് 1 എക്സെട്ര അപ് ടു V3 വന്നപ്പം എൻ മൈനസ് 2. അപ്പം എൻ മൈനസ് 3യിൽ നിന്ന് ഒന്ന് കുറച്ചതാണ് 2, എൻ മൈനസ് n മൈനസ് 2 വൈ റേസ് ടു n മൈനസ് 1. അപ്പോൾ അത് മൈനസ് ഇൻറ്റു -1 കൂടെ വരും. -1 ഓൾറെഡി നമ്മൾ എഴുതി. അപ്പം -1 റേസ് ടു n മൈനസ് 1, n ഇൻറ്റു n മൈനസ് 1 എക്സെട്ര 2 വൈ റേസ് ടു 1 എന്ന് വരും, വൈ റേസ് ടു 1 വരും. അപ്പോൾ അത് -1 റേസ് ടു n മൈനസ് 1 n ഫാക്ടോറിയൽ വൈ. വി എൻ എന്ന് പറയുമ്പം വൈയുടെ ഡെറിവേറ്റീവ് y1 എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ അത് -1 റേസ് ടു n ഫാക്ടോറിയൽ, കാരണം വൈയുടേത് ഡെറിവേറ്റീവ് -1 ആണ്, ബാക്കി കോൺസ്റ്റൻറ്റ്. അപ്പോൾ -1 റേസ് ടു n മൈനസ് 1 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ -1 റേസ് ടു n ഫാക്ടോറിയൽ. ഇത്രയും ചെയ്ത് വെച്ചാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചെയ്ത് വെച്ചത്. Therefore, by Leibniz theorem, UVN എന്ന് പറയുന്നത് UNV പ്ലസ് NC1 UN മൈനസ് 1 V1 പ്ലസ് NC2 UN മൈനസ് 2 V2 പ്ലസ് എക്സെട്ര NCN UVN ഇതാണ് വരുന്നത്. Therefore, d raised to n dx raised to n of x raised to n y raised to n is equal to
ഡി റേസ് ടു എൻ ഡി എക്സ് റേസ് ടു എൻ ഓഫ് യു വി. കാരണം നമ്മുടെ യുവും വിയും ആണ് നമ്മൾ എക്സ് റേസ് ടു എൻ വി റേസ് ടു എൻ വൈ റേസ് ടു എൻ ആയിട്ട് എടുത്തേക്കുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു യു എൻ വി. യു എൻ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എൻ ഫാക്ടോറിയൽ. വി നമുക്ക് വൈ റേസ് ടു എൻ ആണ്. പ്ലസ് അടുത്തത് എൻ സി വൺ എന്ന് പറയുമ്പം എൻ യു എൻ മൈനസ് വൺ. യു എൻ മൈനസ് വൺ എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ആണ്. വി ടു എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് മൈനസ് വൺ സ്ക്വയർ അല്ലേ. വി ടു എന്ന് പറയുന്നത് മൈനസ് വൺ സ്ക്വയർ എൻ ഇൻറ്റു എൻ മൈനസ് വൺ വൈ റേസ് ടു എൻ മൈനസ് ടു. അടുത്തത് എൻ സി, നമ്മൾ ആദ്യത്തെ ടേം എഴുതി യു എൻ മൈനസ് വൺ വി വൺ. അടുത്തത് എൻ സി ടു യു എൻ മൈനസ് ടു. യു എൻ മൈനസ് ടു എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ ബൈ ടു എക്സ് സ്ക്വയർ ഇൻറ്റു വി ടു. നമ്മളിവിടെ എഴുതിയത് മാറിപ്പോയല്ലേ, ഒന്നും കൂടെ പറയാവേ. ആദ്യം യു എൻ എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ വി എന്ന് പറയുന്നത് വൈ റേസ് ടു എൻ. അടുത്തത് എൻ സി വൺ. അപ്പം എൻ സി വൺ യു എൻ മൈനസ് വൺ എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് യു എൻ മൈനസ് വൺ. വി വൺ എന്ന് പറയുന്നത് മൈനസ് വൺ എൻ വൈ റേസ് ടു എൻ മൈനസ് വൺ. അടുത്തത് എൻ സി ടു യു എൻ മൈനസ് ടു എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ ബൈ ടു എക്സ് സ്ക്വയർ. എൻ സി ടു വി ടു നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് മൈനസ് വൺ സ്ക്വയർ എൻ ഇൻറ്റു എൻ മൈനസ് വൺ വൈ എൻ മൈനസ് ടു. പ്ലസ് അടുത്തത് എന്താ എൻ സി ത്രീ എൻ ഫാക്ടോറിയൽ ബൈ ത്രീ ഫാക്ടോറിയൽ എക്സ് ക്യൂബ് മൈനസ് വൺ ക്യൂബ് എൻ ഇൻറ്റു എൻ മൈനസ് വൺ എൻ മൈനസ് ടു വൈ റേസ് ടു എൻ മൈനസ് ത്രീ പ്ലസ് എക്സെട്ര. ഇനി ലാസ്റ്റ് ടേം എഴുതിയാൽ മതി. എൻ സി എൻ യു എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ. യു എൻ വി ആണ്. വി നമ്മുടെ യു വി എൻ ആണ്. വി എൻ എന്ന് പറയുമ്പോൾ മൈനസ് വൺ റേസ് ടു എൻ ഫാക്ടോറിയൽ. ഇതാണ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ട ആൻസറുമായിട്ട് നോക്കിയിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ആദ്യത്തേത് എൻ ഫാക്ടോറിയൽ വൈ റേസ് ടു എൻ, അതിനതുപോലെ തന്നെ ഇടാം എൻ ഫാക്ടോറിയൽ വൈ റേസ് ടു എൻ. ഇനി നമുക്ക് വേണ്ടിയിരുന്ന ടേം എന്താ? ആൻസർ ക്വസ്റ്റ്യൻ നോക്കിയാൽ എൻ സി വൺ സ്ക്വയർ വൈ എൻ മൈനസ് വൺ എക്സ് ആണ്. അപ്പോൾ വൈ എൻ മൈനസ് വൺ എക്സ് കഴിഞ്ഞാൽ മിച്ചമുള്ള ടേം നമ്മൾ നോക്കിയേ. ഒരു എൻ സി വൺ ഇവിടെ ഉണ്ട്, ഒരു എൻ ഫാക്ടോറിയൽ കോമൺ ആയിട്ട് പുറത്തെടുക്കണം. പിന്നെ എൻ പ്ലസ് എൻ ഫാക്ടോറിയൽ എൻ സി വണ്ണ് എക്സ് എൻ വൈ റേസ് ടു എൻ സി വണ്ണിൽ നിന്ന് തന്നെ നമുക്ക് എൻ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ഇൻറ്റു എൻ സി വണ്ണും എൻ സി വണ്ണ് എൻ ആണ്, എന്നും എൻ ആയതുകൊണ്ട് നമുക്കതിന് എൻ സി വൺ സ്ക്വയർ വൈ എൻ മൈനസ് വൺ. അതായത് ഈ എൻ സി വണ്ണും ഈ എൻ എന്ന് പറയുന്നത് എന്താണ്? എൻ സി വൺ തന്നെ. അപ്പോൾ എൻ സി വൺ ഇൻറ്റു എൻ സി വൺ, അപ്പോൾ എൻ സി വൺ സ്ക്വയർ എൻ ഫാക്ടോറിയൽ എക്സ് വൈ റേസ് ടു എൻ മൈനസ് വൺ. അടുത്തത് എൻ സി ടു. ഒരു എൻ ഫാക്ടോറിയലുണ്ട്, എൻ ഫാക്ടോറിയൽ ആദ്യം എഴുതി. പിന്നെ എൻ സി ടു മൈനസ് വൺ സ്ക്വയർ, ഇവിടെ ഒരു മൈനസ് വണ്ണും കൂടി ഉണ്ടായിരുന്നേ, മൈനസ് എൻ സി ടു മൈനസ് വൺ സ്ക്വയർ എക്സ് സ്ക്വയർ.
പിന്നെ ഉള്ളത് n ഇൻറ്റു n മൈനസ് 1, ഇപ്പുറത്തൊരു 2 ഉണ്ട്, അത് ഒരുമിച്ച് എഴുതിയപ്പോൾ y റേസ് ടു n മൈനസ് 2. ഇത് ചെയ്ത് ഇത്രേ ഉള്ളൂ. ഒരു NC2 ഉണ്ട്, NC2 n ഫാക്ടോറിയലും എഴുതി. പിന്നെ ഉള്ളത് -1 സ്ക്വയർ x സ്ക്വയർ, പിന്നെ n ഇൻറ്റു n മൈനസ് 1/2 y റേസ് ടു n മൈനസ്. ഇനി നമുക്കറിയാം n ഇൻറ്റു n മൈനസ് 1/2 എന്ന് പറയുന്നത് NC2 തന്നെയാണ്. അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അടുത്തത് പ്ലസ് n ഫാക്ടോറിയൽ NC3 x ക്യൂബ് -1 ക്യൂബ് n ഇൻറ്റു n മൈനസ് 1 n മൈനസ് 2 ബൈ 3 ഫാക്ടോറിയൽ y റേസ് ടു n മൈനസ് 3. n ഫാക്ടോറിയലും എക്സ് ക്യൂബും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് NC3 -1 ക്യൂബ് n ഇൻറ്റു n മൈനസ് 1 n മൈനസ് 2 ബൈ 3 ഫാക്ടോറിയൽ y റേസ് ടു n മൈനസ് 3. അപ്പോൾ ഇതിനെ നമുക്ക് പിന്നെ NC3 എന്ന് എഴുതാൻ പറ്റില്ല. n ഇൻറ്റു n മൈനസ് 1 n മൈനസ് 2 ബൈ 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് നമ്മുടെ NC3 ആണ്. പ്ലസ് ലാസ്റ്റ് നമുക്ക് എന്ത് എഴുതാം? NCn ആണ്. NCn എന്ന് പറയുന്നത് 1 ആണ്. x റേസ് ടു n മൈനസ് 1 റേസ് ടു n ഫാക്ടോറിയൽ. അപ്പം നമുക്ക് n ഫാക്ടോറിയൽ കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെ y റേസ് ടു n, ഇവിടെ -1 ഉണ്ട്. n ഫാക്ടോറിയൽ എടുത്തു കഴിഞ്ഞാൽ NC1 സ്ക്വയർ y റേസ് ടു n മൈനസ് 1. അടുത്തത് n ഫാക്ടോറിയൽ നമ്മൾ പുറത്തെടുത്തു. ഇവിടെ ഒരു NC2 ഉണ്ട്, ഇതും NC2, അപ്പോൾ NC2 സ്ക്വയർ. -1 സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് പ്ലസ് ആണ്. അപ്പം n ഫാക്ടോറിയൽ പുറത്തെടുത്തു. NC2ഉം ഈ NC2 എന്ന് പറയുമ്പോൾ നമുക്ക് NC2 സ്ക്വയർ x സ്ക്വയർ y റേസ് ടു n മൈനസ് 2 y റേസ് ടു n മൈനസ് 2 x സ്ക്വയർ. ഇവിടെ ഒരു x ഉണ്ടായിരുന്നേ, വിട്ടുപോയത്. ഇവിടെ x ഉണ്ട്. അടുത്ത് നോക്കിയേ, n ഫാക്ടോറിയൽ പുറത്തെടുത്തു, മൈനസ് വരും. -1 ക്യൂബ് എന്ന് പറയുമ്പോൾ അത് മൈനസ് ആണ്. ഇവിടെ NC3, ഇതും NC3, അപ്പോൾ -NC3 സ്ക്വയർ. ഇവിടെ ഒരു x ക്യൂബ് ഉണ്ട്, y റേസ് ടു n മൈനസ് 3 പ്ലസ് എക്സെട്ര. ലാസ്റ്റ് -1 റേസ് ടു n x റേസ് ടു n ഫാക്ടോറിയൽ കോമൺ ആയിട്ട് ഇതല്ലാതെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് n ഇൻറ്റു, ഇപ്പോൾ ഇതാണെങ്കിൽ n ഇൻറ്റു n മൈനസ് 1 n മൈനസ് 2 ബൈ 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് നമ്മുടെ NC3 ആണ്. n ഇൻറ്റു n മൈനസ് 1 ബൈ 2 എന്ന് പറയുന്നത് നമ്മുടെ NC2 ആണ്. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഫോമിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സിൽ ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ ലെബനീസ് തിയറം നമ്മൾ എഴുതി. x റേസ് ടു എന്നും y റേസ് ടു എന്നെ യു എന്നും വി എന്നും വിളിച്ച ആ യുകളുടെ ഡെറിവേറ്റീവുകളും വിയുടെ ഡെറിവേറ്റീവുകളും സെപ്പറേറ്റ് കണ്ടുപിടിച്ച് വെച്ചാൽ പിന്നെ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. x റേസ് ടു എന്നെ യു എന്നും y റേസ് ടു എന്നെ വി എന്നും വിളിച്ചാൽ U1 U2 U3 ജനറലി കണ്ടുപിടിച്ചിട്ട് UN തൊട്ടുള്ളത് എഴുതി. പിന്നെ V1 V2 V3 കണ്ടുപിടിച്ചിട്ട് Vn എന്താണെന്ന് എഴുതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. അത് നമുക്ക് പെട്ടെന്ന് കിട്ടും.